നമസ്കാരം. ശിവരാത്രി ദിനത്തിൽ നിങ്ങൾക്ക് ശനി രാഹു ദോഷം നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം ദശാകാലം ശനി ദശാകാലമോ രാഹു ദശാകാലമോ ഒക്കെയാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ രാഹു നിങ്ങൾക്ക് അനിഷ്ട സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ശനിയും രാഹുവും നിങ്ങളെ അനിഷ്ടപ്രദനായിട്ട് അശുഭനായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മന്ത്രം, അതായത് ശനി രാഹു ദോഷ മന്ത്രങ്ങൾ, രാഹു നമുക്ക് ശുഭപ്രദനല്ല, ശുഭസ്ഥാനത്തല്ല എങ്കിൽ രാഹുവിൻ്റെ ദോഷങ്ങൾ ഒരുപാടാണ്. അലസത, മടി, ത്വക്ക് രോഗങ്ങൾ, പല്ല്, കണ്ണ്, ത്വക്കിനൊക്കെ രോഗങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അനിഷ്ട വചനങ്ങൾ, അശുഭ ദർശനങ്ങൾ, കർമ്മവിഘ്നങ്ങൾ, നമ്മുടെ ഇഷ്ടജന വിയോഗം, ഇങ്ങനെ അശുഭനായ രാഹു ആണെങ്കിൽ ഒരു നീണ്ട നിര തന്നെ രാഹുദശാകാലത്ത് നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം. അശുഭനായ രാഹു ആണെങ്കിൽ ഓരോ ദശയുടെയും ദശാന്തരകാലം രാഹു വരുമ്പോഴും നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുപോലെ ശനി എന്ന് പറയുന്നത് 19 വർഷമാണ്. ദശാകാലം 19 ആണെങ്കിലും ഇവിടെ ഗോചരം വരുന്നത് ചിലപ്പോൾ 1 വർഷം, 1.5 വർഷം, 2 വർഷമൊക്കെ ആവാം. ഇപ്പം 7 ശനി ദോഷങ്ങളും അഷ്ടമ ശനി ദോഷങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഓരോ തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ശനി രാഹു ദോഷങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ശനി രാഹു ദോഷങ്ങൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ ശിവരാത്രി ദിനത്തിൽ, നമുക്ക് ശിവരാത്രി വരുന്നുണ്ട്, ശിവരാത്രി ദിനത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ശനി രാഹു ദോഷം മാറാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മന്ത്രം പറഞ്ഞു തരാം. ഉത്തമമായിട്ടുള്ള ഒരു ശിവമന്ത്രമുണ്ട്. അത് ശിവരാത്രി ദിവസം അതിരാവിലെ എഴുന്നേറ്റ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഭസ്മമൊക്കെ ലേപനം ചെയ്ത് ഭസ്മമൊക്കെ തൊട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മന്ത്രം നിത്യവും ജപിച്ചു കഴിഞ്ഞാൽ, ശിവരാത്രി ദിനത്തിലാണത് തുടങ്ങേണ്ടത്, നമ്മളെ ശനി രാഹു ദോഷങ്ങൾ ബാധിക്കാതെ നമ്മളെ ഭഗവാൻ കാത്തുകൊള്ളും. അതാണ് ശനി രാഹുദോഷ മന്ത്രങ്ങൾ. ശനി മാറാനായിട്ട് ശിവരാത്രി ദിനത്തിൽ അത് ജപിച്ചാലാണ് ആ മന്ത്രത്തിൻ്റെ വൈബ് നമ്മളിലേക്ക് കൂടുതലായിട്ട് വരുള്ളൂ. മന്ത്രം ഞാൻ പറഞ്ഞു തരാം, എഴുതിയെടുക്കാൻ പറ്റുന്നവർ എഴുതിയെടുക്കാം. പിന്നെ ദയവ് ചെയ്ത് ഫോണിലൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് മന്ത്രം പറഞ്ഞു തരാൻ പറ്റുന്നൊരു സാഹചര്യത്തിലായിരിക്കില്ല. അത്രയേറെ ശനിയും രാഹുവും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ സ്വന്തം കാര്യത്തിന് ദൂരമോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും പ്രശ്നമല്ല. ഫോൺ ചെയ്ത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ അത്യാവശ്യമുള്ള ആരെങ്കിലും ഇരിക്കുക. നിങ്ങൾ ചിലപ്പോൾ വീട്ടിലടുക്കളയിലോ ബെഡ്റൂമിലോ ഇരുന്നിട്ടായിരിക്കും വിളിക്കുക. ആ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വന്നിട്ടോ നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ എഴുതിയെടുക്കാനായിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് നിത്യവും ജപിക്കുക. ആവശ്യം നമ്മുടെയാണ്. ശനി രാഹുദോഷ മന്ത്രങ്ങൾ മാറാൻ ശിവരാത്രി ദിനത്തിൽ ജപിക്കേണ്ട മന്ത്രങ്ങളാണ്. ഒരു ഉത്തമ ശിവമന്ത്രമുണ്ട്. 1. ഓം ഹ്രീം ഊർധ ഫൾ ചണ്ഡേശ്വരായ നമ. ഓം ഹ്രീം ഊർധ ഫൾ ചണ്ഡേശ്വരായ നമ. ഇതാണ് മന്ത്രം. ചുവന്ന വസ്ത്രം, ശിവരാത്രി ദിവസം നിങ്ങൾ ഈ മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ ചുവന്ന വസ്ത്രം ധരിച്ചിട്ട് വേണം ഈ മന്ത്രം ജപിക്കാനായിട്ട്. ഈ മന്ത്രം നിങ്ങൾ 108 തവണ ശിവരാത്രി ദിനത്തിൽ നിങ്ങൾ ജപിക്കുക. അന്ന് മുതൽ ഒരു 41 ദിവസം, സ്ത്രീകൾക്ക് ചിലപ്പോൾ 41 ദിവസം കിട്ടില്ല, അശുദ്ധി ഉണ്ടാവാം. എങ്കിൽ അശുദ്ധി ബാധിക്കാതിരിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ ജപിക്കുക. 41 ദിവസം ചുവന്ന വസ്ത്രം ധരിച്ച്, ചുവന്ന മുണ്ടോ ചുവന്ന സാരിയോ ചുവന്ന ഉടുപ്പോ എന്തെങ്കിലും ഇട്ടുകൊണ്ട്, പുരുഷന്മാരാണെങ്കിൽ ചുവന്ന മുണ്ട് ഉടുത്തുകൊണ്ടിരുന്ന് ഈ മന്ത്രം ജപിക്കുക. ശിവരാത്രി ദിനത്തിൽ അത് രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ശനി രാഹു ദോഷം മാറാൻ ഈ മന്ത്രം വളരെയേറെ വിശേഷമാണ്. 41 ദിവസമാണ് തുടർച്ചയായിട്ട് ജപിക്കേണ്ടത്. ഓം ഹ്രീം ഊർധ ഫൾ ചണ്ഡേശ്വരായ നമ എന്നതാണ് മന്ത്രം. തെറ്റുകൂടാതെ ജപിക്കുക.